ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വീണ്ടും ഒരു അറബിക് ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഖത്തായിഫ് റെസിപ്പി ആയിട്ടാണ്. പിന്നെ സിസ്റ്ററിൻ്റെ ഒരു ഫ്രൈഡ് ചിക്കൻ ബർഗറും കൂടി റെഡിയാക്കുന്നുണ്ട്. നോമ്പ് തുറക്കാൻ വേണ്ടി ചെമ്മീൻ ബിരിയാണിയാണ്. അതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ് ഗൈസ്. ഫസ്റ്റ് ഖത്തായിഫിന് വേണ്ടിയുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തത് അരക്കപ്പ് റവയാണ്. അരക്കപ്പ് റവ, അരക്കപ്പ് മൈദ, ബേക്കിംഗ് സോഡ, കുറച്ച് ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 നുള്ള് ഉപ്പ്. ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ആ ടൈം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 പാക്കറ്റ് പാലാണ് എടുത്തത്. കുറച്ചൊരു പാല് കസ്റ്റർഡ് പൗഡർ കലക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ച പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി പാൽ ചൂടാകുന്ന ടൈം ആവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ നല്ലപോലെ തിളച്ച് വരുന്ന ടൈം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. നല്ല തിക്കായിട്ടുള്ള ഫില്ലിംഗ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബാക്കി നമ്മൾ ചൂടാറാൻ വെക്കുമ്പോൾ ഒന്ന് സെറ്റായിട്ട് വരും. ഓഫ് ചെയ്തിട്ട് വെക്കാം. നമ്മൾ ബാറ്റർ റെഡിയാക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചുട്ടെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഓരോ സ്പൂണായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഇതുപോലെ ബബിൾസ് വരും. ബബിൾസ് വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം കുക്കായിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്ററൊക്കെ ഇതുപോലെ ചുട്ടെടുക്കാം. ബാറ്ററൊക്കെ ചുട്ടിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഇതുപോലെ ദോശ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേർഡ് ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഹാഫിലായിട്ട് മടക്കിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചൂടോടെ അത് ഒട്ടി കിട്ടും. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ നമ്മുടെ ഖത്തായിഫ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിസ്ത പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കൽ. നമ്മൾ ചെറീസാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ബർഗറിൻ്റെ പരിപാടി നോക്കാം. ബർഗറിന് ആദ്യം ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യുന്നത്. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ട് 1 അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കും. റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കോൺഫ്ലവർ മിക്സിലൊന്ന് കോട്ട് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ കോൺഫ്ലവർ പൊടിയും മൈദയും റെഡ് ചില്ലി പൗഡറും ഉപ്പും കൂടി മിക്സ് ചെയ്തതാണ്. ഇതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും കോൺഫ്ലവർ മിക്സിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ചിക്കനൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ആദ്യം മൈദയുടെ മിക്സിൽ, പിന്നെ മുട്ടയുടെ മിക്സിൽ, പിന്നെ മൈദയുടെ മിക്സിലായിട്ട് അങ്ങനെ 2 കോട്ടിങ് കൊടുത്തിട്ടാണ് ചിക്കൻ ചെയ്തെടുക്കുന്നത്. എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ ചിക്കനും മുഴുവൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഓരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഗോൾഡിഷ് കളറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കനെല്ലാം.
ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓയിലിൽ നിന്ന് മാറ്റാം. അടുത്തത് ഇതൊന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ബന്ന് എടുത്തിട്ടുണ്ട്. ബന്നിലേക്ക് കുറച്ച് മയോനൈസ് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കോ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ബർഗർ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോൺസ് ബിരിയാണി റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ബേ ലീവ്സും സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഒരു സവാള ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. മസാലക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള. അടുത്ത ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. ഉപ്പും മുളകും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടതാണ്. അത് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നില്ല, ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് സവാളയും അതുപോലെ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്ന പോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുന്നില്ല, ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ച് സവാള ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചാണ്, നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് സവാളയും കൂടി മേലിലിട്ട് കൊടുക്കും. ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പത്തോ 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പ്രോൺസൊക്കെ വെന്തിനോന്ന്. പ്രോൺസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടൊമാറ്റോ ഒന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച സവാള ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. മല്ലിയിലയും കുറച്ച് ഗരം മസാലയും വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. മസാല റെഡിയായി. ഇനി ഗീ റൈസും കൂടി റെഡിയാക്കാം. ഗീ റൈസ് ഇതുപോലെ റൈസ് കുക്കറിലാണ് ഞാൻ റെഡിയാക്കുന്നത്. നമ്മൾ സാധാ പാത്രത്തിൽ ചെയ്യുന്ന പോലെയാണ്. ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് ചൂടാക്കാം. ചൂടായതിന് ശേഷം ഇതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു സവാളയുടെ പകുതിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ബേ ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാ അരിക്ക് നിങ്ങൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് ആ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വെള്ളം ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളത്തിൽ ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരിയെല്ലാം ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് റൈസ് കുക്കായതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫാവും. നമ്മൾ അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. കറക്റ്റ് വേവ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. നിങ്ങൾക്ക് റൈസ് കണ്ടതിനകത്ത് തന്നെ മനസ്സിലാവും നല്ല കുക്കായിട്ടുണ്ടാവും. അടിക്കൊന്നും പിടിക്കില്ല. നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും പോകുന്നതിനും പേടിക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവുന്നതാണ്. റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് റൈസ് മാറ്റി വെക്കാം. കാരണം ഇതിൽ തന്നെ നമ്മൾ ദമ്മട ചെയ്യുന്നത്. ഇതിൽ തന്നെ ദമ്മട കഴിഞ്ഞാൽ നല്ല ചൂടോടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഒരു ലെയർ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് മാറ്റിയെടുക്കാം.
ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ദമ്മിടാം. അതിനുവേണ്ടി ഒരു ലെയർ ബാക്കി വെച്ചിട്ട് അതിൻ്റെ മേലിൽ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച സവാളയും മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. വീണ്ടും ലെയറായിട്ട് നമുക്ക് റൈസ് വെച്ച് കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ദമ്മിടുന്നത്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. റൈസ് ഇട്ടതിന് ശേഷം അറിയാത്തവർക്കാണ് വീണ്ടും പറയുന്നത് കേട്ടോ. റൈസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും മല്ലിയിലയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് പിന്നെ മസാലയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. റൈസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും മല്ലിയിലയും കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലിൽ ഒരു നുള്ളി ഗരം മസാലയും കൂടി വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നവരെ ആ ചൂട് അതുപോലെ തന്നെ ഉണ്ടാവും. ബാങ്ക് കൊടുക്കാനുള്ള ടൈമായി. നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സൊക്കെ ടേബിളിൽ എടുത്ത് വെക്കാം. കുട്ടികളൊക്കെ അവിടെ എല്ലാവരും ഇരുന്നിട്ടുണ്ടാവും. ആ ടൈമാകുമ്പോൾ എല്ലാവരും വന്നിരുന്നിട്ടുണ്ടാവും. എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനെ നമ്മൾ നോമ്പ് കഴിയാറായി. ഇനി വിരളിൽ എണ്ണാൻ പറ്റുന്ന അത്രയുള്ള നോമ്പായില്ലോ. നിങ്ങളവിടെ നോമ്പിലുള്ള ദുആയിൽ ഞങ്ങളെ കുടുംബത്തെയും ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ചെറിയ നോമ്പ് മുറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.